നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കുറ്റപത്രവുമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭവന സന്ദർശന പരിപാടിക്ക് ഇടുക്കി ജില്ലയിൽ തുടക്കമായി. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ഹോമിയോപ്പതി വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിന്റെ ഭാഗമായി തരിശു സ്ഥലം കൃഷിയോഗ്യമാക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം നിർവഹിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ 2 ലോക്കൽ ഓർഗനൈസേഷനുകൾ സംയുക്തമായി ഒക്ടോബർ 2-ാം തീയതി അണക്കരയിൽ വെച്ച ഓൾ കേരള ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുമെന്ന് JCF ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 1 മുതൽ 8 വരെ 175 മണിക്കൂർ നീളുന്ന അഖണ്ഡ ആരാധനയും തിരുകർമ്മങ്ങളും നടത്തുമെന്ന് ഇടവക വികാരി ഫാദർ പോൾ മൈലക്കച്ചാലിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കുറ്റപത്രവുമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭവന സന്ദർശന പരിപാടിക്ക് ഇടുക്കി ജില്ലയിൽ തുടക്കമായി. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. VA തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കടക്കെണി, മദ്യലഹരി വ്യാപനം എന്നിവ നിമിത്തം ദുരിതത്തിലായ സാധാരണ ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങളുമായി കോൺഗ്രസ് തയ്യാറാക്കിയ കുറ്റപത്രവുമായി ഭവന സന്ദർശന പരിപാടിക്ക് ഇടുക്കി ജില്ലയിൽ തുടക്കമായി. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു അദ്ദേഹം താമസിക്കുന്ന തൊടുപുഴ മുനിസിപ്പൽ 9-ാം വാർഡിൽ സന്ദർശന പരിപാടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയിലെ മുഴുവൻ തദ്ദേശ വാർഡുകളിലും ഒരാഴ്ച കൊണ്ട് സന്ദർശനം നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. നവകേരള മാർച്ച് നടത്തിയവര് വഴിയിൽ പ്രതിഷേധത്തിന്റെ ശംഖുനാഥം മുഴുക്കിയ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥി നേതാക്കന്മാരെ മുഴുവൻ വഴിനീളെ തല്ലിയത് നമ്മൾ കണ്ടതാണ്. പിണറായിയുടെ ഗൺമാനെ ഉപയോഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ജനകീയമായ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ജനകീയമായ സമരങ്ങളെ അടിച്ചൊതുക്കുക എന്നുള്ള സമീപനം ഒരു ഭാഗത്ത് സ്വീകരിക്കുകയും അഴിമതിയുടെ കൂമ്പാരമായി നിലവിലുള്ള സംസ്ഥാനത്തിന്റെ ഭരണം മാറുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരു വിടുതൽ കിട്ടാൻ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സെമി ഫൈനലാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമ്മൾ കൂടുതലായി കാണുന്നതും. ഗൃഹ സന്ദർശനം നടത്തിക്കൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾ 2 കാര്യത്തിലാണ് ബുദ്ധിമുട്ടുള്ളത്. ഒന്ന്, ഫണ്ടിന്റെ കാര്യത്തിൽ. ഇപ്പോൾ വനിതാ സ്ഥാനാർത്ഥിയാണ് നിർത്തുന്നതെങ്കിൽ ഒന്നുകിൽ ഭർത്താവകാശം. തുടർന്ന് കോൺഗ്രസിന്റെ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം KSSPA ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റിന് കൂപ്പൺ നൽകിക്കൊണ്ട് നിർവഹിച്ചു. VA തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറിമാരായ ചാർലി ആന്റണി, TJ പീറ്റർ, മണ്ഡലം പ്രസിഡന്റ് MH സജീവ്, ടോണി തോമസ്, ഐവാൻ സെബാസ്റ്റ്യൻ, ജോർജ് ജോൺ, കൗൺസിലർ KS ഹസൻകുട്ടി, CM മുനീർ, അനസ് ഇബ്രാഹിം, ഷംസ് കിളിയാനൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ജില്ലാ ഹോമിയോപ്പതി വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്കുള്ള സ്നേഹോപകാരങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു. ചടങ്ങിൽ ഹോമിയോപ്പതി വകുപ്പ് DMO ഡോക്ടർ വിനീത R പുഷ്കരൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ ഹോമിയോപ്പതി വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി ആവണി പൂവരങ്ങ എന്ന പേരിൽ തൊടുപുഴ ലയൺസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്നു. ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവത്ത് പരിപാടിയുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്ന് വിരമിച്ച ജീവനക്കാർക്കുള്ള സ്നേഹോപഹാരങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു. ഞാനിതിന്റെ വലിയൊരു ഉപഭോക്താവാണ്. ഭാര്യയിപ്പം ടെക്നിക്കൽ ഡയറക്ടറേറ്റ് ഞങ്ങൾ കുട്ടികളൊന്നും ഇതുവരെ ഹോസ്പിറ്റലിൽ പോയി മെഡിസിനൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ ഹോസ്പിറ്റൽ എക്സ്പെൻസ് 0 ആണ്. ഞാൻ കല്യാണം കഴിക്കുന്നതിന് ഹോമിയോപ്പതി പ്രവേശനമാണ്. കാരണം അതിനൊരു എക്സാമ്പിൾ പറയാം. കല്യാണത്തിന് മുന്നേ ഞാനൊരു ഗവൺമെന്റ് വിദ്യാഭ്യാസം മുമ്പ് 96 അവിടെ എനിക്ക് കാലിറ്റീസ് വന്നു. ഞാനപ്പോ അവിടെ ടൗണിലെ ഒരു പ്രശ്നമായി എത്തി ഡോക്ടറെ കണ്ട് ഒരാഴ്ചത്തേക്ക് ആന്റിബയോട്ടിക്സ് കഴിച്ചു. ഒരാഴ്ച ആന്റിബയോട്ടിക്സ് കഴിച്ചിട്ടും ഒരു ഭേദമില്ല. അത് അതുപോലെ നിൽക്കുവാണ്. അപ്പോഴാണ് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ വേണുഗോപാൽ.
ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിനിലാണ്. അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഡോക്ടർ രമേശ് ഡോക്ടർ രമേശിനെ കാണാം. നിങ്ങൾ വൈകിട്ട് വല്ലപ്പോഴൊക്കെ ആഴ്ച ദിവസത്തിൽ കാണാം കോഴിക്കോട്. അപ്പോൾ അദ്ദേഹത്തെ കൂട്ടി ഡോക്ടർ വേണുഗോപാൽ അല്ലെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിറ്റി മെഡിസിൻ കല്യാണം കോളേജുണ്ട്. എന്നെ കൂട്ടി ഡോക്ടർ രമേശിന്റെ അടുത്ത് പോയി. ഡോക്ടർ രമേശ് ഡോക്ടർ ഷീലയും അദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പൊ ഒരാളെ കണ്ട് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിങ്ങളൊരു 2-4 പൊടിയും തന്നു, പിന്നെ ഗ്ലോബിൾസ് ഒക്കെ തന്നു, ഒരു 4 ദിവസം കഴിച്ചാൽ മതി, പിന്നെ ഉപ്പോട്ടൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ മെഡിസിനുമായിട്ട് വന്ന് കൃത്യമായിട്ട് അത് ചെയ്തു. ഒരു 5-6 ദിവസം എനിക്ക് നല്ല ഭേദമായി. ചടങ്ങിൽ ഹോമിയോപ്പതി വകുപ്പ് DMO ഡോക്ടർ വിനീത ആർ പുഷ്കരൻ അധ്യക്ഷത വഹിച്ചു. സ്ക്രിപ്റ്റ് റൈറ്ററും ഗാനരചയിതാവുമായ മഹേഷ് ഗോപാൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. യോഗത്തിന് നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദർശൻ KS, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ എന്നിവരും വിവിധ തസ്തികകളിലുള്ള ജീവനക്കാരുടെ പ്രതിനിധികളും ആശംസകൾ നേർന്നു. മുട്ടം ഹോമിയോ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ ബിജു PG സ്വാഗതവും സ്റ്റാഫ് കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ ആശാമോൾ KN കൃതജ്ഞതയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിൽ കാലങ്ങളായി തരിശു കിടന്നിരുന്ന 6.5 ഹെക്ടർ സ്ഥലം കൃഷിയോഗ്യമാക്കുന്നതിന് തുടക്കം കുറിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായി തരിശ് സ്ഥലം കൃഷിയോഗ്യമാക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും കൃഷിഭവന്റെയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ കാലങ്ങളായി തരിശു കിടന്നിരുന്ന 6.5 ഹെക്ടർ സ്ഥലം കൃഷിയോഗ്യമാക്കുന്നതിന് തുടക്കം കുറിക്കുകയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി തരിശു സ്ഥലം കൃഷിയോഗ്യമാക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം തരിശ് നിലകളിൽ നമുക്കൊരു കാർഷിക സംസ്കാരം നമുക്കുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വെള്ളിയാമറ്റം പോലെയുള്ള പ്രദേശങ്ങളെല്ലാം ഒരു കാലത്ത് കാർഷിക സമൃദ്ധിയുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വലിയൊരു വിളനിലമായി പ്രശോഭിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമുക്കറിയാം ഈ മേഖലയല്ലാതെ. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ നമ്മൾ കുറേ വിട്ടുപോയി. ഒന്ന്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് വില ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ യഥാസമയത്ത് അത് വിപണനം ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ മേഖലയിൽ നിന്ന്, നമ്മുടെ കാർഷിക മേഖലയിൽ നിന്ന് നമ്മുടെ തൊഴിലാളികൾ പിൻവാങ്ങുന്നു, ആളുകളുടെ ക്ഷാമം, അങ്ങനെയൊക്കെ വളരെ പ്രശ്നങ്ങൾ നമ്മുടെ കാർഷിക മേഖലയിൽ നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിജയമായി തീരണം. നിരവധിയായ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ചുവടുപിടിച്ച് അനുബന്ധ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന് തൈ ഉണ്ടാക്കാനുള്ള യൂണിറ്റുകളുണ്ട്, അതുപോലെ തന്നെ തരിശ് നിലമൊരുക്കി തരാനുള്ളവരുണ്ട്, അതുപോലെ തന്നെ വിപണനം ചെയ്യാനുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങളും കൂടി ഈ അവസരത്തിൽ നടക്കും. അതുപോലെ മടമറ ഉൾപ്പെടെയുള്ള നമ്മുടെ കാർഷിക കർമ്മസേനയൊക്കെ ഉപയോഗിച്ചുള്ള ട്രയർ യൂണിറ്റ് ഉൾപ്പെടെ നിരവധിയായ പ്രവർത്തനങ്ങൾ വെള്ളിയാമറ്റം പഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ സഹകരണങ്ങളെയും അവസരത്തിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ പരിപാടികൾ ഔപചാരിക ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. നമസ്കാരം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോസുകുട്ടി, ബിനിൽ ബി, നിമിഷ അഗസ്റ്റിൻ, ഷെമീന അബ്ദുൽ കരീം, രാജു കുട്ടപ്പൻ, രാജി ചന്ദ്രശേഖരൻ, KS ജോൺ, ടെസിമോൾ മാത്യു, KM ജോസ് കോയിക്കാട്ടിൽ, മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം പാറത്തോട് ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 2 സംഭവങ്ങളിലായി 3 പേർ കഞ്ചാവുമായി പിടിയിലായി. മാവടി സ്വദേശിയുടെ പക്കലിൽ നിന്നും 1 കിലോയിലധികം കഞ്ചാവ് നാർക്കോട്ടിക് സംഘം പിടിച്ചെടുത്തു. 10 ഗ്രാം കഞ്ചാവുമായിട്ടാണ് മറ്റ് 2 പേർ നാർക്കോട്ടിക് സംഘത്തിന്റെ പിടിയിലായത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ ഇൻസ്പെക്ടർ രാഹുൽ ശശിയും സംഘവും ചേർന്ന് പാറത്തോട് ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് 2 സംഭവങ്ങളിലായി കഞ്ചാവ് കൈവശം വെച്ച 3 പേരെ കസ്റ്റഡിയിലെടുത്തത്. 1 കിലോ 110 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച സംഭവത്തിലാണ് മാവടി സ്വദേശി ജോസഫിനെ നാർക്കോട്ടിക് സംഘം പിടികൂടിയത്. മുമ്പും കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ഇയാളെ ദിവസങ്ങളായി എക്സൈസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി പാറത്തോട് മാവടി ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നതാണ് പ്രതിയുടെ രീതിയെന്നാണ് നാർക്കോട്ടിക് സംഘം ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. 10 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ച സംഭവത്തിലാണ് പാറത്തോട് സ്വദേശികളായ ജെയ്സൺ, ടോമി എന്നിവർ പിടിയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ദിലീപ് NK, സെബാസ്റ്റ്യൻ PA, ബിജു മാത്യു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ അബ്ദുൽ ലത്തീഫ്, മുഹമ്മദ് ഹാഷിം, സുബിൻ P വർഗീസ്, അലി അഷ്കർ, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ നിതിൻ ജോണി എന്നിവർ പരിശോധനകളിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. CSDS തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷം നടത്തി.
CSDS സംസ്ഥാന സെക്രട്ടറി ലീലാമ്മ ബെന്നി ഉദ്ഘാടനം നിർവഹിച്ചു. KPMS സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സാബു കൃഷ്ണൻ മഹാത്മാ അയ്യങ്കാളി ജന്മദിന സന്ദേശം നൽകി. CSDS താലൂക്ക് പ്രസിഡന്റ് തോമസ് PJ അധ്യക്ഷത വഹിച്ചു. CSDS തൊടുപുഴ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ 162ാമത് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. കരിങ്കുന്നത്ത് ആനക്കല്ലാമല ഔസഫ് അഗസ്റ്റ് നഗറിൽ വിപുലമായ പരിപാടികളോടെയാണ് ചടങ്ങുകൾ നടന്നത്. സമ്മേളനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. CSDS താലൂക്ക് പ്രസിഡന്റ് തോമസ് PJ അധ്യക്ഷനായിരുന്നു. സെബാസ്റ്റ്യൻ PJ സ്വാഗതവും പറഞ്ഞു. CSDS സംസ്ഥാന സെക്രട്ടറി ശ്രീമതി ലീലാമ്മ ബെന്നി ഉദ്ഘാടനം നിർവഹിച്ചു. KPMS സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ സാബു കൃഷ്ണൻ മഹാത്മാ അയ്യങ്കാളി ജന്മദിന സന്ദേശം നൽകുകയും ട്രഷറർ റോയി PV ദേവസ്യ വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിക്കുകയും ചെയ്തു. CSDS താലൂക്ക് കോർഡിനേറ്റർ ശ്രീ പീറ്റർ PT കൃതജ്ഞത പറയുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരിങ്കുന്നം. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ 2 ലോക്കൽ ഓർഗനൈസേഷനുകൾ സംയുക്തമായി ഒക്ടോബർ 2-ാം തീയതി അണക്കരയിൽ വെച്ച് ഓൾ കേരള ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുമെന്ന് JCA ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു ഓൾ കേരള ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം നടക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉൾപ്പെടെയുള്ളവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പരിപാടിയുടെ പ്രചരണാർത്ഥമുള്ള പോസ്റ്ററിന്റെ പ്രകാശനം തൊടുപുഴയിൽ വെച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ 2 ലോക്കൽ ഓർഗനൈസേഷൻ സംയുക്തമായി 2025 ഒക്ടോബർ 2-ാം തീയതി അണക്കരയിൽ വെച്ച് JCA ജീനിയസ് ഹണ്ട് എന്ന പേരിൽ ഓൾ കേരള ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുമെന്ന് JCA ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു ഓൾ കേരള ഇന്റർ സ്കൂൾ ക്വിസ് മത്സരം നടക്കുന്നത്. JCA തേക്കടി സഹ്യാദ്രി സംയുക്തമായി നടത്തുന്ന ക്വിസ് മത്സരത്തിൽ സംസ്ഥാനത്തിലെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് മാറ്റൊരുക്കാൻ അവസരമൊരുക്കുന്നു. പാഠ്യവും പാഠ്യേതരവുമായ വിഷയങ്ങളെ ആസ്പദമാക്കിയായിരിക്കും അഖില കേരള ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. സ്കൂളുകളിൽ സ്മാർട്ട് എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രസ്തുത പരിപാടി നടത്തുന്നത്. 2 വിദ്യാർത്ഥികൾ അടങ്ങുന്ന ഒരു ടീമായാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. പ്രിലിമിനറി റൗണ്ടിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 6 ടീമുകൾക്ക് ഫൈനലിൽ മത്സരിക്കാം. അശ്വമേധം ഫെയിം ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപാണ് ക്വിസ് മാസ്റ്റർ. 2025 ഒക്ടോബർ 2 വ്യാഴം വൈകിട്ട് 4 മണിക്ക് അണക്കര സെൻറ് തോമസ് ഫെറോന ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുക. വിജയികൾക്ക് സമാപന സമ്മേളനത്തിൽ വെച്ച് ട്രോഫിയും ക്യാഷ് അവാർഡും പങ്കെടുക്കുന്ന ടീമുകൾക്ക് സർട്ടിഫിക്കറ്റുകളും നൽകും. ഒപ്പം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും സംഘടനകളെയും ആദരിക്കുകയും ചെയ്യും. സംസ്ഥാന ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചന്ദ് നീർണാക്കുന്നൽ, ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവത്ത് IAS, JCA ദേശീയ സോൺ തല ഭാരവാഹികൾ എന്നിവർ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പരിപാടിയുടെ പ്രചാരണത്തിനുള്ള പോസ്റ്ററിന്റെ പ്രകാശനം തൊടുപുഴയിൽ വെച്ച് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 3-ന് അണക്കരയിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചന്ദ് നീർണാക്കുന്നൽ നിർവഹിക്കും. 2 ലോക്കൽ ഓർഗനൈസേഷൻസ് തേക്കടി സഹ്യാജിയും സ്പൈസ് വാലിയും കൂടി ചേർന്ന് ഒക്ടോബർ 2-ാം തീയതി അണക്കര സെയിന്റ് ഫോറൈൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു JCA ജീനിയസ് ഹണ്ട് എന്ന പേരിൽ അഖില കേരള ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുകയാണ്. കേരളത്തിലെ എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കും ഇതിനകത്ത് പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. 2 പേരടങ്ങുന്ന ഒരു ടീമായിട്ടായിരിക്കും ഇതിൽ മത്സരിക്കുന്നത്. ഏകദേശം 500ഓളം ടീമുകൾ പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് നിന്ന് ഫിൽട്ടർ ചെയ്ത് പ്രിലിമിനറി റൗണ്ട് കഴിഞ്ഞ് ഫൈനലിൽ വരുന്ന 6 പേരെയാണ് നമ്മൾ ഫൈനൽ റൗണ്ടിലേക്ക് ക്ഷണിക്കുന്നത്. ഈ പ്രിലിംസും ഫൈനൽസും നടത്തുന്നത് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റർ GS പ്രദീപ്, അതൊക്കെല്ലാം അറിയാം. അശ്വമേധത്തിൽ തുടങ്ങി റിവേഴ്സ് ക്വിസിംഗ് രീതി കേരളത്തിനും ലോകത്തിനും പരിചയപ്പെടുത്തിയ ഒരു ഗ്രാൻഡ് മാസ്റ്ററെയാണ് ഞങ്ങൾക്ക് ഹോസ്റ്റായിട്ട് അവതാരകനായിട്ട് കിട്ടുന്നത്. അത് വളരെയധികം സന്തോഷമുണ്ട്. പത്രസമ്മേളനത്തിൽ JCA അണക്കര സ്പൈസ് വാലി പ്രസിഡന്റ് ടിജോ മെത്രാൻ പറമ്പിൽ, JCA തേക്കടി സഖ്യാദ്രി പ്രസിഡന്റ് ഡോക്ടർ പ്രിൻസ് ഫ്രാങ്കോ, ഭാരവാഹികളായ സോവിൻ ആക്കിലേട്ട്, സാബു വയലിൽ, ബൈജു കുന്നേൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 1 മുതൽ 8 വരെ 175 മണിക്കൂർ നീളുന്ന അഖണ്ഡ ആരാധനയും തിരുകർമ്മങ്ങളും നടത്തുമെന്ന് ഇടവക വികാരി ഫാദർ പോൾ മൈലക്കച്ചാലിൽ അറിയിച്ചു. എല്ലാവരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു. നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുനാളിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 1 മുതൽ 8 വരെ 175 മണിക്കൂർ നീളുന്ന അഖണ്ഡ ആരാധനയും തിരുക്കർമ്മങ്ങളും നടത്തപ്പെടുമെന്ന് ഇടവക വികാരി ഫാദർ പോൾ മൈലക്കച്ചാലിൽ അറിയിച്ചു. രാവിലെ 5-ന് ജപമാല, കരുണ കൊന്ത, 6-ന് വിശുദ്ധ കുർബാന, 7 മണി മുതൽ 9 മണി വരെ വാർഡ് തല ആരാധന, 9 മണി മുതൽ ജപമാല, 10:30-ന് കുരിശിന്റെ വഴി, 11:30-ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, 12-ന് വിശുദ്ധ കുർബാന, നൊവേന
തുടർന്ന് 2-ന് ആരാധന, 4:30-ന് നൊവേന, വൈകിട്ട് 5-ന് വിശുദ്ധ കുർബാന, തുടർന്ന് 6:30 മുതൽ 12 വരെ ആരാധന, 12-ന് പാതിര കുർബാന, 1 മണി മുതൽ പുലർച്ചെ 5 വരെ ആരാധന, രാവിലെ 6 മണി മുതൽ ജപമാല, കരുണക്കൊന്ത എന്നീ ക്രമത്തിലായിരിക്കും അഖണ്ഡ ആരാധനയും തിരുക്കർമ്മങ്ങളും നടക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം പ്രാപിപ്പാൻ എല്ലാവരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ഇടവക വികാരി ഫാദർ പോൾ മൈലക്കച്ചാലിൽ അറിയിച്ചു. നെയ്ശ്ശേരി ഇടവക സ്ഥാപിതമായിട്ട് 175 വർഷങ്ങൾ പൂർത്തിയാകുകയാണ്. ഈ അവസരത്തിൽ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കൂടി 175 മണിക്കൂറുകൾ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അഖണ്ഡ ആരാധന, രാവും പകലും ഒരുപോലെ അഖണ്ഡ ആരാധന നടത്താനാണ് തീരുമാനം. ഈ അഖണ്ഡാരാധനയുടെ ദിവസങ്ങളിൽ 4 പരിശുദ്ധ കുർബാനകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെ 6 മണിക്കും, ഉച്ചയ്ക്ക് 12 മണിക്കും, വൈകുന്നേരം 5 മണിക്കും, പാതിരാവിലും. അങ്ങനെ എല്ലാ ദിവസവും ഈ 4 കുർബാനകൾ വച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു സമയത്തുള്ള പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് തുടർന്നുള്ള ആരാധനയോടുകൂടി ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഈ ആരാധനാ വേളയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. സ്വർഗത്തിൻ്റെ കൃപ നമുക്കെല്ലാവർക്കും സ്വീകരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. വോഡാഫോൺ ഐഡിയയുടെ പുതിയ മിനി സ്റ്റോർ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പുതിയടത്ത് ബിൽഡിംഗിലാണ് പുതിയ മിനി സ്റ്റോർ ആരംഭിച്ചത്. വോഡഫോൺ ഐഡിയ ഉപഭോക്താക്കൾക്ക് മികച്ച സേവനങ്ങൾ നൽകുകയെന്ന ലക്ഷ്യത്തോടെ വോഡഫോൺ ഐഡിയ മിനി സ്റ്റോർ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. പോസ്റ്റ് പെയ്ഡ്, പ്രീപെയ്ഡ് സേവനങ്ങൾ, സിം ഡ്യൂപ്ലിക്കേഷൻ, MNB സേവനങ്ങൾ തുടങ്ങി എല്ലാവിധത്തിലുമുള്ള സേവനങ്ങളും മിനി സ്റ്റോറിൽ ലഭ്യമാണ്. ഫാൻസി നമ്പറുകളും മാച്ചിംഗ് നമ്പറുകളും ആവശ്യമുള്ളവർക്കും സ്റ്റോർ സന്ദർശിക്കാവുന്നതാണ്. തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പുതിയടത്ത് ബിൽഡിംഗിൽ ആരംഭിച്ച പുതിയ മിനി സ്റ്റോർ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ ഒരു ശൃംഖലയായി ഇന്ന് രാജ്യത്ത് പ്രവർത്തിക്കുന്ന വോഡാഫോൺ അത് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിലും അതുപോലെ തന്നെ ആളുകളിലേക്ക് കൂടുതൽ അതിൻ്റെ സർവീസിങ്ങും അതിൻ്റെ മറ്റ് നെറ്റ്വർക്ക് സംവിധാനങ്ങളും ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. തീർച്ചയായും തൊടുപുഴയെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ഒരു ഓഫീസ് ആരംഭിക്കുകയും സേവനങ്ങൾ കൂടുതലായി ആളുകൾക്ക് നൽകുന്നതിനുമൊക്കെ സാധ്യമാകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിരവധിയായ മൊബൈൽ രംഗത്തുള്ള സംവിധാനങ്ങളുണ്ട് എങ്കിൽ പോലും വളരെ ദീർഘകാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വോഡാഫോണിൻ്റെ സർവീസിങ്ങും അതുപോലെ അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ ഏറെ ആളുകളിൽ താല്പര്യമുള്ള ഒരു കാര്യമാണ്. അതിനനുസരിച്ച് ആളുകൾക്ക് അനുയോജ്യമായ രീതിയിൽ നല്ല സർവീസിങ്ങും സംവിധാനങ്ങളും ഒക്കെ നൽകാൻ തുടർന്നും കഴിയട്ടെ. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ആദ്യ വിൽപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ സൽജൻ തോമസിന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. വോഡഫോൺ ഐഡിയയുടെ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്ത സേവനങ്ങൾ നൽകുവാൻ ആരംഭിച്ച മിനി സ്റ്റോറിൽ കമ്പനിയുടെ എല്ലാവിധ സേവനങ്ങളും ലഭിക്കുമെന്ന് ഫ്രാഞ്ചൈസ് ലീഡർ സൗമ്യ ശിവരാജൻ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ പുതിയ ഷോറൂമിൽ എല്ലാവിധം സർവീസസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുതിയ പ്രീപെയ്ഡ് കണക്ഷൻ, പുതിയ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ, പ്രീമിയം നമ്പർ, പോർട്ടിൻ നമ്പർ, നമുക്ക് വേറെ ഏതെങ്കിലും നെറ്റ്വർക്ക് നമ്പർ ഇങ്ങോട്ട് നമ്മുടെ വോഡഫോൺ ഐഡിയയിലോട്ട് പോർട്ട് ചെയ്യാം. സിം റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇഷ്യൂസും നമ്മളിവിടെ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പുതിയ പോസ്റ്റ് പെയ്ഡിന്റെ ബിൽ പേയ്മെന്റ് അടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ അടിക്കാം. പ്രീപെയ്ഡിൽ റീചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ അടിക്കാം.
അതുപോലെ ഇന്റർനാഷണൽ റോമിംഗിൽ നമുക്ക് ഇന്ത്യയിൽ തന്നെ നമുക്ക് 144 കൺട്രീസിൽ ഇന്റർനാഷണൽ റോമിംഗ് സർവീസ് അവൈലബിൾ ആണ്. അപ്പൊ എല്ലാ രീതിയിലുള്ള സർവീസസ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റ ഷോറൂം ഇവിടെയാണ്. അപ്പൊ എല്ലാ കസ്റ്റമേഴ്സിനോടും ഇവിടെ തന്നെ വരാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി CK നവാസ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ R രമേശ്, വോഡഫോൺ ഐഡിയ കേരള ഫ്രാഞ്ചൈസ് ഹെഡ് നന്ദകുമാർ PR, കസ്റ്റമർ സർവീസ് റിലേഷൻഷിപ്പ് മാനേജർ R സിദ്ധാർത്ഥ്, ഏരിയ സെയിൽസ് മാനേജർ ജോബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ദേശീയ കായിക ദിനം വിപുലമായി ആഘോഷിച്ചു. കോളേജ് അങ്കണത്തിൽ നടത്തിയ ആഘോഷം വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സോണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്ത് ദേശീയ കായിക ദിന സന്ദേശം നൽകി. തുടർന്ന് കോളേജിലെ 3000-ഓളം കുട്ടികൾക്കായി ഫിറ്റ്നസ് ചലഞ്ച് നടത്തി. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഓട്ടോണമസിൽ ദേശീയ കായിക ദിനം വിപുലമായി ആഘോഷിച്ചു. കോളേജ് അങ്കണത്തിൽ നടത്തിയ ആഘോഷം വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സോണി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ദേശീയ കായിക ദിനത്തിന്റെ സന്ദേശവും നൽകി. കോളേജിലെ 3000-ഓളം കുട്ടികൾക്കായി ഫിറ്റ്നസ് ചലഞ്ച് സംഘടിപ്പിച്ചു. ഇതിലും കഴിയും. വിജയികൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ്, ബെർസാർ ഫാദർ പോൾ കളത്തൂർ, കായിക വിഭാഗം മേധാവി ഡോക്ടർ ബോബു ആന്റണി, അധ്യാപിക ലിസ റീച്ചാൽ സജി എന്നിവർ സമ്മാനങ്ങൾ കൈമാറി. കല്ലാനിക്കൽ സെന്റ് ജോർജ് UP സ്കൂളിൽ നവതി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു. ഇതോടൊപ്പം ഓണാഘോഷം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ സോട്ടർ പെരിങ്ങാരപ്പള്ളി ദീപം തെളിയിച്ചുകൊണ്ട് നവതി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് സ്കൂളിന്റെ 90 വർഷങ്ങളെ അനുസ്മരിച്ച് സ്കൂൾ പ്രതിനിധികൾ മൺചിരാതുകൾ 90 ദീപങ്ങൾ തെളിയിച്ചു. നവതി വിളംബര കൂട്ടയോട്ടം ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കല്ലാനിക്കൽ സെന്റ് ജോർജ് UP സ്കൂളിൽ നവതി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 1936 കോതമംഗലം വിദ്യാഭ്യാസ ഏജൻസിയുടെ കീഴിൽ സ്ഥാപിതമായ ഈ സ്ഥാപനത്തിന് 90 വയസ്സ് പിന്നിടുകയാണ്. മലയാളം, ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകളിലായി 350ഓളം കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. സ്കൂളിന്റെ നവതി ആഘോഷങ്ങളുടെ തുടക്കവും ഓണാഘോഷവുമാണ് നടന്നത്. സ്കൂൾ മാനേജർ ഫാദർ സോട്ടർ പെരിങ്ങാരപ്പള്ളിൽ ദീപം തെളിയിച്ചുകൊണ്ട് നവതി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. 1936 ആരംഭം കുറിച്ച ഈ അക്ഷരദീപം 90 വർഷം പൂർത്തിയാകാൻ പോവുകയാണ്. അനേകർക്ക് ജീവിതത്തിൽ പ്രകാശമായിട്ട് വഴികാട്ടിയായിട്ട് ജീവിത സുരക്ഷിതത്വം കൊടുത്തുകൊണ്ട് അവരുടെ കണ്ണു തെളിയിച്ചുകൊണ്ട് 90 വർഷമായിട്ട് ഈ അമ്മ മുന്നോട്ട് പോവുകയാണ്. അനേകം തലമുറകൾ ഈ മുറ്റത്ത് ഓടിക്കളിച്ചിട്ടുണ്ട്. അനേകം ആളുകൾക്ക് പ്രകാശമായി തീർന്നിട്ടുണ്ട്. അതുവരെ നാന്ദി കുറിച്ച നേതൃത്വം കൊടുത്ത അന്നത്തെ വികാരിയച്ഛന്മാരെയും അതിനോട് സഹകരിച്ച കൈക്കാരന്മാരെ, ഇടവക്കാരെ, അത് പ്രധാന അധ്യാപകരായി നിങ്ങളുടെയും അന്നത്തെ ആ അധ്യാപക ഗുരുജനങ്ങളെയും ഇവിടെ ആദ്യ ബാച്ചിൽ പഠിക്കുവാൻ സാധിച്ച എല്ലാവരെയും ഒരുപോലെ മനസ്സുകൊണ്ട് നമുക്ക് നമിക്കാം, ആദരവില്ല. ജാതി, മത, വർഗ വ്യത്യാസം കൂടാതെ എല്ലാ മനുഷ്യരും ഒന്നുചേർന്ന്, എല്ലാ മലയാളികളും ഒന്നുചേർന്ന് സന്തോഷം പങ്കുവയ്ക്കുന്ന, ആഹ്ലാദം പങ്കുവയ്ക്കുന്ന
ഒരുമയുടെ ഐക്യത്തിൻ്റെ ഈ സുദിനത്തിൽ നമുക്ക് നമ്മുടെ ഒരുമയും സ്നേഹവും നഷ്ടപ്പെടാതെ ഒരുമയുടെ സ്നേഹത്തിൻ്റെ ആ ദീപം കൂടുതൽ കരുത്തോടെ പ്രകാശിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്ന് സ്കൂളിന്റെ 90 വർഷങ്ങളെ അനുസ്മരിച്ച സ്കൂൾ പ്രതിനിധികൾ മൺചിരാതുകളിൽ 90 ദീപങ്ങൾ തെളിയിച്ചു. നവതി വിളംബര കൂട്ടയോട്ടം ഇടവെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ കല്ലാനിക്കൽ സെന്റ് ജോർജ് UP സ്കൂളിനെ സംബന്ധിച്ച് ഇന്ന് വളരെയധികം സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഒരു മുഹൂർത്തത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നവതിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മുടെ കല്ലാനിക്കൽ സെന്റ് ജോർജ് UP സ്കൂളിൽ നവതിയുടെ ഭാഗമായിട്ട് ഇന്ന് ഒരു കൂട്ടയോട്ടം സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ 1936 അക്ഷരദീപം കുറിച്ച നമ്മുടെ കല്ലാനിക്കൽ UP സ്കൂള് നവതിയുടെ നിറവിൽ നിൽക്കുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും ഇനിയും വരും തലമുറയ്ക്ക് ഇനിയും നല്ല രീതിയിൽ വിദ്യ അഭ്യസിക്കുവാൻ നമ്മുടെ ഈ സ്കൂളിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സ്കൂൾ പ്രഥമ അധ്യാപകൻ ലിൻഡോ ജോർജ്, വാർഡ് മെമ്പർ ബേബി കാവാലം, PTA പ്രസിഡന്റ് ബിനോയ് സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് ശരണ്യ കെ, സ്കൂൾ ഹെഡ് ബോയ് ഡോൺ അജി, ഹെഡ് ഗേൾ വംശിക S എന്നിവർ സംസാരിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. 90 ദിന കർമ്മ പദ്ധതികളാണ് നവതിയോടനുബന്ധിച്ച് സ്കൂൾ അധികൃതർ ഒരുക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി കുട്ടികൾക്ക് ാത്മകമായ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന മാനേജ്മെന്റും എന്തിനും ഏതിനും ശക്തമായ പിന്തുണ നൽകുന്ന PTA-യും MPTA-യും സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്ക്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സർക്കാർ ഓഫീസുകളിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളം ലഭിക്കുന്ന ജീവനക്കാർക്ക് കഴിഞ്ഞ 3 മാസത്തിൽ അധികമായി ശമ്പളം മുടങ്ങിയ സാഹചര്യം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ പറഞ്ഞു. ഓണക്കാലത്ത് പാവപ്പെട്ട തൊഴിലാളികളെ പട്ടിണിക്കിടരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടത്തിയ പട്ടിണി മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ ഓഫീസുകളിൽ ഏറ്റവും കുറഞ്ഞ ശമ്പളം ലഭിക്കുന്ന ജീവനക്കാർക്ക് കഴിഞ്ഞ 3 മാസത്തിലധികമായി ശമ്പളം മുടങ്ങിയ സാഹചര്യം അടിയന്തരമായി പരിഹരിക്കണമെന്നും ഓണക്കാലത്ത് പാവപ്പെട്ട തൊഴിലാളികളെ പട്ടിണിക്കിടരുതെന്നും ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി KP ഗോപകുമാർ പറഞ്ഞു. തിരുവനന്തപുരത്ത് ട്രഷറി ഡയറക്ടറുടെ കാര്യാലയത്തിലേക്ക് ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ നടത്തിയ പട്ടിണി മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ധനകാര്യ വകുപ്പിന്റെ പുതിയ ഉത്തരവ് പ്രകാരം ക്യാഷ് കണ്ടിജന്റ് ജീവനക്കാർക്ക് പ്രത്യേക ഹെഡ് മാറി നൽകിയാൽ മതിയെന്ന നിർദ്ദേശത്തെ തുടർന്ന് പല ഓഫീസുകളിലും 3 മാസത്തിലധികമായി ശമ്പളം നൽകിയിട്ടില്ല. തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ കുടുംബത്തെ പട്ടിണിക്കിടുന്ന ഈ പ്രത്യേക ഉത്തരവ് തൊഴിലാളി വിരുദ്ധവും മനുഷ്യത്വരഹിതവുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 8000 രൂപ ശമ്പളമാകുന്ന പാവപ്പെട്ട ജീവനക്കാരന് അവൻ പട്ടിണിയിലാവുന്ന തരത്തിലേക്ക് ഉത്തരവിറക്കുമ്പോൾ അത് വലിയ പ്രതിഷേധം ഈ മേഖലയിൽ വരുന്നു എന്ന് ഉയർന്നു വരുന്ന ശബ്ദങ്ങൾ സൂചിപ്പിക്കുമ്പോൾ അതിന് മറുപടി കണ്ടെത്തുന്നതിന് പകരം അനന്തമായി ഇത് നീട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള പരിശ്രമമാണ് ഇതിന്റെ അധികാരികൾ സ്വീകരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് 8000 രൂപ വേതനമാകുന്ന ജീവനക്കാരന്റെ വേതനത്തിൽ നിബന്ധനകൾ ഏർപ്പെടുത്തി അവൻ 1-ാം തീയതി ആകുമ്പോൾ അല്ലെങ്കിൽ 10-ാം തീയതിക്ക് മുമ്പ് അവന് ലഭ്യമാകുന്ന ഏറ്റവും തുച്ഛമായ വേതനം കൊടുക്കുന്ന കാര്യത്തിൽ ധന നിയന്ത്രണം ഏർപ്പെടുത്താൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറാകുന്നത്? എവരാണോ കേരളത്തിലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണക്കാർ? നിങ്ങൾ പരിശോധിക്കണ്ടേ? ധനകാര്യമന്ത്രിയും ധനകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരും ധനകാര്യ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരുമല്ല ഇതിന് ഉപദേശം കൊടുക്കുന്ന ആളുകൾ പരിശോധിക്കണ്ടേ? 8000 രൂപ കൊടുക്കുന്ന വകുപ്പിലെ പണിയെടുക്കുന്ന ജീവനക്കാർക്ക് വേതനം നിഷേധിച്ചത് കൊണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കഴിയുമോ? പ്രതിഷേധ യോഗത്തിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VK മധു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ഹരിദാസ് ഇറവങ്കര, P ശ്രീകുമാർ, R സിന്ധു, V ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കുറ്റപത്രവുമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭവന സന്ദർശന പരിപാടിക്ക് ഇടുക്കി ജില്ലയിൽ തുടക്കമായി. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ ഹോമിയോപ്പതി വകുപ്പ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ ദിനേശൻ ചെറുവത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിന്റെ ഭാഗമായി തരിശു സ്ഥലം കൃഷിയോഗ്യമാക്കുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഉദ്ഘാടനം നിർവഹിച്ചു.
ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ 2 ലോക്കൽ ഓർഗനൈസേഷനുകൾ സംയുക്തമായി ഒക്ടോബർ 2-ാം തീയതി അണക്കരയിൽ വെച്ച ഓൾ കേരള ഇന്റർ സ്കൂൾ ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിക്കുമെന്ന് JCF ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നെയ്ശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ച് സെപ്റ്റംബർ 1 മുതൽ 8 വരെ 175 മണിക്കൂർ നീളുന്ന അഖണ്ഡ ആരാധനയും തിരുകർമ്മങ്ങളും നടത്തുമെന്ന് ഇടവക വികാരി ഫാദർ പോൾ മൈലക്കച്ചാലിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.